വെൽക്കം ബാക്ക് ടു റേഷ് വ്ലോഗ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ട്യൂട്ടോറിയൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഐബ്രോസ് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് എഴുതാം അല്ലെങ്കിൽ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് പറയാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അറിയാത്ത ആൾക്കാർക്ക്, ഒട്ടും പരിചയമില്ലാത്ത ആൾക്കാർക്ക് എഴുതാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്റ്റെപ്പ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ആൻഡ് നിങ്ങളുടെ കയ്യിൽ ഏതൊരു പ്രോഡക്റ്റ് ആയിരുന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ ഐബ്രോ പെൻസിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ജെൽ ഐലൈനർ ആണെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കൺമഷി ആണെങ്കിൽ എന്താണെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു ടെക്നിക്ക് ചെയ്യുമ്പോൾ അത് ആ ഒരു രീതി ഏതാണ് നിങ്ങളുടെ കയ്യിൽ ആ ഒരു രീതിയിൽ ഫോളോ ചെയ്താൽ മാത്രം മതി. ആൻഡ് സപ്പോസ് കൺമഷിയൊക്കെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ കൺമഷിയാണ് നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നെങ്കിൽ നിങ്ങൾക്കൊരു പേരുണ്ടാവും, ഇത് ലാസ്റ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് തൊട്ട് കഴിഞ്ഞാൽ മാഞ്ഞു പോകുന്നുള്ളത്. അത് നമ്മുടെ അടുത്ത് ട്രിക്ക് ഉണ്ട്. സോ യെസ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലുള്ളൊരു സ്പൂളി എടുത്തൊക്കെ, ഇത് ഒറിജിനൽ സ്പൂളിയൊന്നുമല്ല, പഴയ ഞാൻ ഉപയോഗിച്ച് കളയാനിരുന്ന ഒരു മസ്കാരയുടെ സ്പൂളിയാണ്. സോ എന്നിരുന്നാലും നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അതിനനുസരിച്ച് മാത്രം മതി കേട്ടോ. സോ ഞാൻ ഈ ഒരു സ്പൂളി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ ഐബ്രോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രോപ്പർ ആക്കി കൊടുക്കാം. അപ്പോൾ ഷേപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രോപ്പർ ആക്കി കൊടുക്കാം. അതിനേക്കാൾ മുൻപായിട്ട് ഞാൻ സൂം ചെയ്ത് വയ്ക്കാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ജസ്റ്റ് വെയിറ്റ്. സോ യെസ്, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് തന്നെ നമ്മളുടെ കയ്യിലുള്ള ഇതുപോലുള്ള സ്പൂളി വെച്ചിട്ട് ഒന്ന് ഫസ്റ്റ് ഫുള്ളായിട്ട് മേലോട്ടേക്ക് നമ്മൾ കോംബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുള്ളായിട്ട് മേലോട്ടേക്കാണ്. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലെയും നമുക്ക് കോംബ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മേലിൽ നിന്ന് താഴോട്ടേക്ക് ഒന്നുകൂടി കോംബ് ചെയ്ത് കൊടുക്കാം. ഓവർ ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ഷേപ്പ് നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ അതേപോലെ തന്നെ ഇത് നമ്മളൊന്ന് കോംബ് ചെയ്ത് കൊടുത്തിട്ട് മിഡിൽ പോർഷനിൽ നമുക്ക് ഫില്ല് ചെയ്യേണ്ട പോർഷൻ, എനിക്ക് ഓൾറെഡി തിക്കാണ്, എന്നിരുന്നാലും വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, നോർമലായിട്ട് ഒട്ടും ഇല്ലാത്ത ആൾക്കാർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. സോ യെസ്, നമ്മൾ പ്രോപ്പറായിട്ട് മേലെയും താഴെയും വരഞ്ഞു വെച്ചിട്ടുണ്ട്. വരഞ്ഞല്ല, നമ്മൾ നന്നായിട്ട് കോംബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പറഞ്ഞതുപോലെ ലാക്മേയുടെ ഒരു ഐബ്രോ പെൻസിലാണ് എടുത്തിരിക്കുന്നത്. ആൻഡ് ദെൻ നല്ല മൂർച്ച വേണം, ഇത് മൂർച്ച കുറവാണ്. ഞാൻ ഒന്ന് ഷാർപ്പൻ ചെയ്തേച്ച് വേഗം വരാം. സോ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കൺമഷിയാണ് ഉള്ളതെങ്കിൽ കൺമഷി എടുക്കാം. അപ്പോൾ കൺമഷി മാത്രം പറ്റത്തില്ലല്ലോ നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഒരു എന്താ പറയുക ഹെയർ പിന്നും എടുത്താൽ മതി കേട്ടോ. വേറെ ഒരു സാധനത്തിൻ്റെ ആവശ്യമില്ല. കൺമഷിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് എടുത്തെടുത്ത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഹെയർ പിന്നും എടുത്ത് വെച്ചാൽ മതി കേട്ടോ. സോ ഞാൻ അത്യാവശ്യം നന്നായിട്ടൊന്ന് ഷാർപ്പൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള പറഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ അടിഭാഗത്ത് നിന്നാണ് തുടങ്ങേണ്ടത്. അപ്പോൾ അടിഭാഗത്തിൽ ജസ്റ്റ് ഒന്ന് ഓവറായിട്ട് വരയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. സോ അടിഭാഗത്തിൽ ഞാൻ ഈ ഒരു സൈഡ് വരഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡ് ഈ ഒരു സൈഡും ഞാൻ അടിഭാഗത്ത് വരഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇനി മേലെ വരയാം അതേപോലെ തന്നെ. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് കുറച്ചും കൂടെ വീതിയിൽ വേണം അല്ലെങ്കിൽ കട്ടിയിൽ വേണമെങ്കിൽ അതിനനുസരിച്ച് മേലോട്ടേക്ക് വരയാം കേട്ടോ. ഇപ്പോൾ ഓൾറെഡി ഞാൻ അതേ ഷേപ്പാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്ക് കുട്ടിയായിട്ടുള്ള ഐബ്രോസ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് കുറച്ചും കൂടെ വലുപ്പം കൂട്ടണമെങ്കിൽ മേൽഭാഗത്ത് വലുപ്പം കൂട്ടിയാൽ മതി കേട്ടോ. സോ ഞാൻ ജസ്റ്റ് ഒന്ന് മാപ്പ് ചെയ്ത് കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഓൾറെഡി എൻ്റെ ഉള്ളതിൽ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഹെയർ പിൻ വെച്ചിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മളിങ്ങനെ ഹെയർ പിന്നിൽ കൺമഷി കുറച്ചെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ചെറിയ ചെറിയ സ്ട്രോക്ക് ആയിട്ടൊന്ന് വരച്ചു കൊടുത്താൽ മതി, നിങ്ങൾ കൺമഷി വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കേട്ടോ. സോ അതിനുശേഷം ഞാൻ എൻ്റെ ഐബ്രോ പെൻസിൽ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കുട്ടിയായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. സോ എനിക്കിവിടെ ഒരു ചെറിയൊരു കട്ടുണ്ട്. ആ ഒരു കട്ടൊക്കെ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഞാൻ ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഐബ്രോസ് നമ്മൾ വരഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇച്ചിരി കട്ടി കൂടുതലായിട്ടിരിക്കണ പോലെയൊക്കെ തോന്നും. ഇനി നമ്മൾ ഈ ഒരു സ്റ്റെപ്പിലാണ് എല്ലാം പ്രോപ്പറായിട്ട് അസൈൻ ചെയ്യുന്നത് കേട്ടോ. സോ നമ്മുടെ ഈ ഒരു സ്പൂളി എടുക്കുക, നന്നായിട്ടൊന്ന് ഉള്ളിലോട്ടേക്കൊന്ന് അപ്ലൈ ചെയ്തിട്ട് വിടുക. ഈ ഒരു പ്രോസസ്സിലാണ് നമ്മളുടെ കംപ്ലീറ്റ് എന്താ പറയുക ഈ ഒരു കാര്യം ബ്ലെൻഡ് ആയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള പൊസിഷനിൽ പോയിരിക്കണം.
ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഇവിടെയൊക്കെ ഓവറായിരുന്നു. സോ ഞാൻ ബ്ലെൻഡ് ചെയ്ത് വരുമ്പോഴേലും പ്രോപ്പർ പൊസിഷൻ, അതായത് ഉള്ളിലൊക്കെ പോയിട്ട് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്തിരിക്കും. നന്നായിട്ട് കുറച്ച് ടൈം എടുത്തിട്ടൊന്ന് ചെയ്യുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഉള്ളിലൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. എൻ്റെ ഈ ഒരു പോർഷനൊക്കെ ഇപ്പം നോർമലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പോർഷനൊക്കെ വരഞ്ഞതുപോലെ തോന്നുന്നില്ല. ഈ ഒരു സൈഡിൽ നിന്ന് നന്നായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും ഉള്ളിലുള്ള ഭാഗമൊക്കെ ഫില്ലായിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയാണോ പറഞ്ഞാൽ അതിനനുസരിച്ച് വേണം നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് വരാം. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പൊട്ട് മാഞ്ഞുവല്ലോ, നന്നായിട്ട് വേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. എനിവേയ്സ്, സോ നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ സപ്പോസ് കൺമഷിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതായത് സ്പ്രെഡായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രിക്കാണ്. മാത്രമല്ല ഇതിപ്പോൾ ഒരു 75 റുപ്പീസിൻ്റെ ഒരു ഐബ്രോ പെൻസിലാണ്. ഇതും എത്രത്തോളം ലാസ്റ്റിംഗ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ നല്ലൊരു പ്രോപ്പർ ലുക്ക്, അതായത് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിനി അടുത്ത് ചെയ്യാൻ പോണത്, ഏതെങ്കിലും ഒരു പൗഡർ എടുക്കുക. അത് നമ്മൾ കുറച്ചൊന്ന് കയ്യിലെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് കുറച്ച് കയ്യിലെടുത്തിട്ടുണ്ട്. സോ ഞാൻ എടുത്തിരിക്കുന്ന പൗഡർ ഇതുപോലെ ഒരു ബ്രഷ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ബ്രഷിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്ത് വിടുക. എക്സസ് ആയിട്ട് വന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചു കളയാം. സോ ഐബ്രോസിൻ്റെ മേലെ ഉള്ളത് അതങ്ങനെ നമ്മളൊന്ന് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് തട്ടിക്കളയാം കേട്ടോ. സോ നന്നായിട്ട് ഞാൻ ഡസ്റ്റിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ നമ്മുടെ ഐബ്രോസ് ഒക്കെ നമ്മൾ വരഞ്ഞു കഴിഞ്ഞ് പ്രോപ്പർ ആയിട്ട് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഡസ്റ്റിങ്. സോ ഇനി ഇത് ഓൾമോസ്റ്റ് 9 മണിക്കൂറേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാഞ്ഞു പോകത്തില്ല. നമുക്ക് ധൈര്യമായിട്ട് മുഖം കഴുകാം. നമുക്കൊരു ബുദ്ധിമുട്ടില്ല. ഈ ഒരു സമ്മർ സീസണിൽ ഒലിച്ചു പോകുന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. സോ എനിവേസ്, നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയണ പോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ഐക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ യെസ്, ടാറ്റാ, ബൈ ബൈ.